നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, ദിവസവും 1000 സ്വലാത്ത് പതിവാക്കാൻ സാധിച്ചാൽ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ അവൻ മരണപ്പെടുകയില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ചെല്ലാത്തവരുണ്ടെങ്കിൽ ഈ വോയിസ് കേട്ടിട്ടെങ്കിലും 1000 സ്വലാത്ത് പതിവാക്കണം. നമ്മളൊരു യാത്രയ്ക്കൊരുങ്ങുമ്പോൾ ആ യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളായി തുടങ്ങുന്നു. അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ആ യാത്രയ്ക്ക് മുൻപായിട്ട് നമ്മളെല്ലാ കരുതലുകളും ചെയ്യാറുണ്ട് അല്ലേ. എന്നതുപോലെ ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ മൊബൈൽ ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി പവർ ബാങ്ക്, അതുപോലെ കഴിക്കാനുള്ള അതിൽ ബേക്കറികൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ ആ യാത്രയിൽ കരുതാറുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം, നാളെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു വലിയൊരു യാത്ര പോകാനുണ്ട്. ഈ ദുനിയാവിൽ നിന്ന് നമ്മളൊരു യാത്ര പോകാണ്ട്. ആ യാത്രയിൽ അവിടെ നിന്ന് ഖബർ മുതൽ നമ്മൾ കരുതേണ്ട, അല്ലെങ്കിൽ ഖബറിൽ സന്തോഷിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ എന്തെങ്കിലും അധ്വാനിക്കണം. സാധാരണ ദുനിയാവിൽ യാത്ര പോകുമ്പോൾ അതിലടിച്ചു പൊളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പലതും ബാഗിൽ കരുതാറുണ്ട്, എല്ലാം മേടിക്കാറുണ്ട് ഇല്ലേ, അടിച്ചു പൊളിക്കാറുണ്ട്. പക്ഷേ ദുനിയാവിൽ നമ്മൾ ഇന്നൊരു യാത്ര പോകുമ്പോൾ ഖബറിൽ സന്തോഷിക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ? അത് സ്വീകരിച്ചോ ഇല്ലയൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സലാത്ത് ധാരാളം വർദ്ധിപ്പിച്ചാൽ അതൊരിക്കലും അള്ളാഹു തള്ളപ്പെടില്ല. ആ സലാത്ത് കൊണ്ട് നമ്മൾ എത്ര വലിയ ദോഷങ്ങൾ ചെയ്തതിന് അള്ളാഹു അത് പുറത്തു തരും. കാരണം സലാത്ത് ചെല്ലുമ്പോൾ പാവങ്ങൾ പൊറുക്കുകയാണ്. ആ സലാത്ത് നന്നായി പെരുപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഖബർ മുതൽ വല്ലാത്ത കൂട്ടായിരിക്കും, വെളിച്ചമായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സന്തോഷമായിരിക്കും. ആ യാത്രയിൽ അങ്ങോട്ട് ഉടനീളം നമുക്ക് ഈ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. മൊബൈലില്ലാതൊരു യാത്ര പോയാൽ എങ്ങനെയുണ്ടാവും? മൊബൈലില്ലാത്തൊരു യാത്ര, അല്ലെങ്കിൽ മൊബൈൽ ഒരു യാത്രയിൽ ചാർജ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഇന്നത്തെ കാലത്തൊരവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ സ്വലാത്ത് ഇല്ലാത്തൊരു ഖബറിൽ അങ്ങോട്ടുള്ള യാത്ര നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ സ്വീകരിച്ചോ നമുക്കറിയില്ല, പക്ഷേ സ്വലാത്ത് സ്വീകരിക്കും എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് കരുതിക്കൂടെ. ശരീരം ക്ഷീണിക്കുമ്പോൾ നമ്മൾ വിശ്രമിക്കാറുണ്ട്, വയറ് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷേ റൂഹിൻ്റെ ഭക്ഷണം അത് അമലാണ്. ആ റൂഹിൻ്റെ ഭക്ഷണം നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ റൂഹ് പിരിഞ്ഞ് നമ്മൾ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ അവിടെ നമുക്ക് ഓരോ അമലുകൾ നമുക്കിങ്ങനെ കാണിക്കപ്പെടുമ്പോൾ സന്തോഷിക്കാൻ കഴിയണം. അതിന് ഇന്ന് എന്തെങ്കിലും ചെയ്യണം, നാളത്തേക്ക് ചിന്തിക്കരുത്. അതിനാണ് ഫസ്റ്റ് ഹദീസ് പറഞ്ഞത്. കേൾക്കുന്നവർ ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ 1000 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പതിവാക്കി. ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഒരു ഇൻഷാ അല്ലാഹ് പറയും, അള്ളാഹു സ്വീകരിക്കട്ടെ.